ഞാൻ കുഞ്ചു. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സ്കൈഹോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മിനി ഡ്രോണാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ലുലു മാളിൽ നിന്നാണ്. ഏകദേശം 3000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പാക്കിങ്ങിലാണ് നമ്മുടെ ഡ്രോൺ വരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രോൺ. ഡ്രോണിൻ്റെ പ്രൊപ്പല്ലറുകൾ പ്രവർത്തിക്കുന്നത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലുമാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഡ്രോണിൻ്റെ ബാറ്ററിയാണ്. ഇത് ഏകദേശം 1800 mAh വരും. ഇങ്ങനെയാണ് ഡ്രോണിൽ ബാറ്ററി ഇടുന്നത്. ഇതാണ് ഡ്രോണിൻ്റെ യൂസർ മാനുവൽ. ഡ്രോണിൻ്റെ എല്ലാ വിവരങ്ങളും ഈ യൂസർ മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഡ്രോണിൻ്റെ സ്പെയർ പ്രൊപ്പല്ലേഴ്സാണ്. ഇതാണ് ഡ്രോണിൻ്റെ റിമോട്ട് വരുന്നത്. ആദ്യം ഡ്രോണുമായിട്ട് ഈ റിമോട്ട് പെയർ ചെയ്യണം. റിമോട്ടിൽ ഒബ്സ്റ്റാക്കിൾ അവോയ്ഡിങ്, ഡ്യുവൽ ക്യാമറ കൺട്രോളിംഗ്, എമർജൻസി ലാൻഡിംഗ് തുടങ്ങിയ സംവിധാനങ്ങളാണ് ഈ റിമോട്ടിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ റിമോട്ടും ഡ്രോണും പെയർ ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യിപ്പിക്കുകയാണ്. ഇതാണ് ഡ്രോൺ എടുത്ത വിഷ്വൽ. ഇതാണ് ഇന്ത്യക്കാർക്ക് പരിചിതമായ MiG-23. നമ്മുടെ ഡ്രോൺ ഇപ്പോൾ പറക്കുന്നത് MiG-23ൻ്റെ മുകളിലാണ്. ആർടെം മിഖായിൽ ആൻഡ് മൈക്കൽ ഗുറേവിച്ച് ചേർന്ന് നിർമ്മിച്ച 3ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണിത്. നിങ്ങൾ ഈ കാണുന്ന എന്നെയും അച്ഛനെയാണ്. പിന്നെ ഡ്രോണിൻ്റെ വീഡിയോയ്ക്ക് ഈ കാണുന്ന ക്വാളിറ്റിയെ നമുക്ക് ലഭിക്കൂ. ഒറ്റ ടർബോജെറ്റ് എഞ്ചിനുള്ള MiG-23 ശബ്ദത്തേക്കാൾ വേഗത്തിൽ ചലിക്കുന്നതാണ്. ഇത് പിന്നെ അറിയപ്പെട്ടിരുന്നത് ഇന്റർസെപ്റ്റ് യുദ്ധവിമാനം എന്നാണ്. 2.35 മാക്ക് ആണ് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന വേഗത. ഇപ്പോഴുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളായ F-35, സുഖോയ് 57 എന്നിവയ്ക്ക് പോലും MiG-23നേക്കാളും മാക്സ് സ്പീഡ് ഇതിലും കുറവാണ്. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇപ്പോഴുള്ള 4-5 തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ, അതായത് റാഫേൽ, സുഖോയ്, മിറാഷ്, ഇവ അത്യാധുനിക റഡാർ സംവിധാനങ്ങളെ വെട്ടിക്കാനുള്ള കഴിവുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ യുദ്ധവിമാനത്തെ പറ്റി പറഞ്ഞു തന്ന എൻ്റെ അച്ഛനാണ്. നോയിഡയിലെ മുദ്ദ സർക്യൂട്ടിൽ 45ാമത്തെ വയസ്സിലും കാർ ഓടിക്കണമെന്ന ആഗ്രഹവുമായിരിക്കുന്ന എൻ്റെ അച്ഛന് യുദ്ധവിമാനങ്ങളോട് കമ്പം തോന്നിയത് വലിയ അത്ഭുതമൊന്നുമില്ല. എന്തായാലും ഡ്രോൺ ഒന്ന് പറത്തണമെന്ന ആഗ്രഹമുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രോണാണിത്. ഇപ്പോൾ എൻ്റെ ഡ്രോൺ ഫോളോ ചെയ്യുന്ന എൻ്റെ RC കാറിനെയാണ്.